നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ ട്രെയിൻ എടുക്കുമായിരുന്നു. നമുക്ക് എക്സിറ്റ് അടിച്ചേക്കാം. 170 190. ഞാൻ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊക്കെ അത് പറ്റുമെന്ന് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു സാധാരണ ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരിക്കലും കാണുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ ഇപ്പൊ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ എല്ലാ ദിവസവും ലൈവായിട്ടാണ് ഇപ്പൊ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ദിവസവും 500 300 400 $ഒക്കെയാ അതൊട്ട് പോകണം ഇതിന്റെ വളവ് എല്ലാം വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം എടുക്കാൻ പോവാണ്. അപ്പോൾ 0.50 നമ്മൾ എടുക്കാൻ പോണ ലോട്ടെ. 0.50 ബൈ കൊടുക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ ദേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് കയറി പോവാ ഇല്ലേ നമുക്ക് നോക്കാം. എന്താണെങ്കിലും എന്താ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്തുവാ വേണ്ടത്. Hey guys, welcome back to my YouTube channel Sanju Techy Trades. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊക്കെ അത് പറ്റുമെന്ന് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ട്രേഡ് ചെയ്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ അത് ദാറ്റ് ഈ ഒരു 1 ലക്ഷം രൂപ ഏതൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്തത്, അതെല്ലാം ഫുള്ളി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്ന അത്യാവശ്യം സീരിയസ്ലി പറയാ എല്ലാവർക്കും നല്ലപോലെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. വേറെ ഒന്നല്ല, ഞാൻ ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കിയത് ഗോൾഡിലാണ് കേട്ടോ. ഇപ്പൊ കൂടുതലും ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിനകത്തുനിന്ന് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടി. പക്ഷെ അതിന്റെ അപ്പുറത്തെ പ്രോഫിറ്റ് ആണ് എനിക്ക് ഫ്രാങ്ക്ലി എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ പറയുന്നത്, എനിക്ക് ഗോൾഡിലും ക്രിപ്റ്റോയിലും നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ട്രേഡും ഞാൻ നമ്മുടെ ഗോൾഡിലും അതുപോലെ തന്നെ ക്രിപ്റ്റോയിലുമാണ്. ആൻഡ് ഗോൾഡ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. കാരണം അടിപൊളി പ്രോഫിറ്റ് റിട്ടേൺസും ആണ് എനിക്ക് ഗോൾഡിൽ നിന്ന് ഇത്ര നാൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് എല്ലാം ശ്രദ്ധിച്ചുണ്ടോ, ഞാൻ ചെയ്യണ എൻ്റെ സ്കാൽപ്പിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ടൂൾ ഉള്ളവർ എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ടൂളിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഫാസ്റ്റ് എൻട്രി മോഡ് എന്ന് പറയുന്ന സംഭവം ഓണാക്കി ഇടണം. ഓക്കെ, ഫാസ്റ്റ് എൻട്രി മോഡ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഫാസ്റ്റ് എൻട്രി മോഡ് ഗൈസ് ഓണായി കഴിയുമ്പോൾ തന്നെ ഒരു ബ്ലൂ ക്യാൻഡിലും വരും. അതുപോലെ തന്നെ F എന്ന് പറയുന്ന ഒരു ചിഹ്നവും കാണും. പിന്നെ ഡയറക്ഷനും കാണിക്കും. ഇപ്പോൾ ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നിട്ട് പൊക്കത്തോട്ടാണെന്ന് കാണിച്ചിരിക്കേണ്ട. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം ഗൈസ്, കണ്ട ക്യാൻഡിൽ നേരെ ഹൈ പൊസിഷനിലോട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ഡയറക്ഷൻ മാറിയത് എപ്പോഴാണ് ഗൈസ് നോക്കട്ടെ, കണ്ട ഡയറക്ഷൻ മാറി എപ്പോഴാണ് അടുത്ത ബ്ലൂ ക്യാൻഡിൽ വന്നിട്ട് താഴത്തോട്ടാണെന്ന് കാണിച്ച്. പിന്നെ ക്യാൻഡിൽ നേരെ താഴത്തോട്ട് പോയി. ഓക്കെ, അവിടുന്ന് പിന്നെ ഗൈസ് അതിൻ്റെ ഡയറക്ഷൻ മാറിയത് എപ്പോഴാണ് വീണ്ടും ഒരു ബ്ലൂ ക്യാൻഡിൽ വന്ന് വെച്ച് പൊക്കത്തോട്ടാണെന്ന് പറഞ്ഞു. വീണ്ടും സാധനം നേരെ അങ്ങോട്ട് പൊക്കത്തോട്ട് പോയി. ഗൈസ് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാസ്റ്റ് എൻട്രി മോഡ് ഇടുക, 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇടുക, എന്നിട്ട് ബ്ലൂ ക്യാൻഡിലിൻ്റെ ഡയറക്ഷൻ നമ്മൾ കൺഫേം ആയ ഉടനെ നമ്മൾ ആ സൈഡിലോട്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ ബൈ സൈഡാണ്, അപ്പോൾ നേരെ ബൈ ചെയ്തേക്കണം. ഇതിപ്പോൾ താഴത്തോട്ട് സെൽ സൈഡാണെങ്കിൽ അപ്പോൾ സെൽ സൈഡ് ചെയ്തേക്കണം, സെല് ചെയ്തേക്കണം. അതാണ് ഈ ബ്ലൂ ക്യാൻഡിൽ. പക്ഷെ കൺഫേം ആണ്. ഇത് കൺഫേം ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂ ക്യാൻഡിൽ ആദ്യം കാണിക്കും, അതിന് ശേഷം ഒരു ക്യാൻഡിൽ വരും. ആ ക്യാൻഡിൽ അവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ബ്ലൂ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡയറക്ഷൻ കൺഫേം ആകത്തുള്ളൂ. ചില സമയത്ത് ബ്ലൂ ക്യാൻഡിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും, അത് കൺഫേം ആകാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ബ്ലൂ ക്യാൻഡിൽ കൺഫേം ആയ ഉടനെ കയറി എടുത്തേക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യണം. ഞാൻ ബ്ലൂ ക്യാൻഡിൽ വന്ന് കൺഫേം ആയവരുടെ അവിടെ നേരെ എടുത്തേക്കും സാധനം. പിന്നെ അങ്ങ് പൊങ്ങിപ്പോയി അത്യാവശ്യം പ്രോഫിറ്റ് വരുമ്പോൾ ഞാൻ മാറി ഇറങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിൾ സാധനം ഗൈസ്. ബ്ലൂ ക്യാൻഡിൽ ഫോളോ ചെയ്യുക, ആ ഡയറക്ഷൻ അങ്ങ് പിടിക്കുക, ബൈ ആണോ സെല്ലാണോ അതങ്ങ് ചെയ്യുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റുകൾ കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ എണീറ്റ് കുറച്ച് നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കൊരു ബ്ലൂ ക്യാൻഡിൽ കാണിച്ചു തന്നായിരുന്നു. ഇതിപ്പോൾ 5 മിനിറ്റാണ്, അതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. 3 മിനിറ്റിനകത്ത് എയർലി എൻട്രി കിട്ടിയായിരുന്നു. അപ്പോൾ ദേ ഈ ബ്ലൂ ക്യാൻഡിൽ നിന്ന് പിടിച്ചാണ്. ചുമ്മാ ഒരെണ്ണം എടുത്തുള്ളത്. $36 റണ്ണിങ്ങാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. നൈറ്റ് ക്രൈംസ് ആണ്. $75-79 ആണ്. അതേ എല്ലാവരും ഉണ്ട് കേട്ടോ. ചേട്ടനുണ്ട്, അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ട്രേഡ് ചെയ്യും. അമ്മയ്ക്ക് അക്കൗണ്ട് വരെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് 79. ഓക്കെ, 99 ആയി, 100 ആയി. 100 ലെസ് ഇട്ടിട്ടുണ്ട്. ഇനി പോവുകയാണെങ്കിൽ എനിക്ക് $100 കിട്ടും. കണ്ട $100 കിട്ടി. എന്തായി ചേട്ടനോട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ.
വേണ്ട 93 എക്സിറ്റ് വേണ്ട $117 കിട്ടി. നെക്സ്റ്റ് $100 ബുക്ക് ചെയ്യാൻ പോണേ. ഓക്കെ ബും $132. പിന്നെ ഗൈസ് നമ്മുടെ ടൂളിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ദാറ്റ് ഈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ആൾക്കാർക്ക് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ടൂളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 മാസമായെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ കണ്ടായി. അപ്പം ചിലർ വിചാരിക്കും ഇത് ഇന്ന് വാങ്ങി നാളെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങുന്നത്. നടക്കണ കാര്യമില്ല. നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ബേസിക് കുറച്ച് കാര്യം പഠിക്കണം. അതേപോലെയാണ് സംഭവം. ഇപ്പം ഞാൻ മാസ്റ്റർ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫാസ്റ്റ് എൻട്രി വോൾട്ടേജും ഞാൻ ബ്ലൂ ക്യാനിൽ വെച്ചിട്ട് എനിക്ക് പിടിക്കാറിയാം. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ലോസ് ഒന്നും അങ്ങ് വരുന്നില്ല. കാരണം അത് എൻ്റെ ഒരു ലാക്കാണ്. എനിക്കിത് കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു മോഡായിരിക്കും. ഈ ടൂള് പല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതെ ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയേ, ഇതിനകത്ത് ഫുള്ള് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ലോസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും 2-3 അതെ ഇത്രയൊക്കെ ഉള്ളു. കണ്ട അത് ചെറിയ ചെറിയ ലോസുകളൊക്കെയാണ് കേസ്. ബാക്കി ഫുള്ള് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ടോട്ടലി മാസ്റ്റർ ചെയ്യാൻ തന്നെ ഒരു 1-2 മാസം എടുത്ത്. അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് ടൂള് കിട്ടുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം. അത്ര ഞാൻ പറയുന്നുള്ളൂ ഗൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈ ടൂളിനെ യൂസ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, വിഷയമായിട്ട് വരും ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ട്രേഡിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞില്ല, 3 മാസം പറ്റിയായിരുന്നു. ആക്ച്വലി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതുമല്ല, ഒരു 3.5-4 മാസം പറ്റിയായി. ഏകദേശം ഒരു 4 മാസം പറ്റിയായി കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ABCD ഇങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 4 മാസം പറ്റിയായി കേട്ടോ. അപ്പം പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ട, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സ്റ്റാർ ലൈൻ ഇവിടെ പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊക്കത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്ലൂ ക്യാനിൽ ഇപ്പോൾ തെളിഞ്ഞു വരും കേട്ടോ. നമുക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബ്ലൂ ക്യാനിൽ കാണിച്ചിട്ട് പൊക്കത്തോട്ടാണ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പൊക്കത്തോട്ട് പോകും. എന്നാലും നമ്മൾ കൺഫേം ചെയ്യണം കേട്ടോ. ഇത് പക്ഷേ ഇത്ര ഒരു കയർവൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ പൊക്കത്തോട്ട് ഇവൻ കയറി പോകത്തുള്ളൂ. ഇവിടെ ഒരു ബ്ലൂ ക്യാനിൽ വന്നിട്ട് എടുക്കാള് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ബ്ലൂ ക്യാനിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നാലും ഒരെണ്ണം എടുത്ത് എന്നാലും എനിക്ക് തോന്നണം നീ പൊക്കത്തോട്ട് പോകണ്ടെന്ന് ഇതിൻ്റെ വളവ് ഇതെല്ലാം വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം എടുക്കാൻ പോവാണ്. അപ്പോൾ 0.50 നമ്മൾ എടുക്കാൻ പോകണം. ലോട്ടെ 0.50 ബൈ കൊടുക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, ദേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് കയറി പോവാ ഇല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, കയറി പോകണ്ട കേട്ടാ. കേൾക്കണ്ട, ഇവൻ ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ ടൂൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു ബ്ലൂ ക്യാനിൽ കാണിക്കും. പക്ഷെ അതിന് മുമ്പേ 1 മിനിറ്റ് ബ്ലൂ ക്യാനിൽ കാണിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ പോസിറ്റീവ് ആയത്. ഈ ഒരു സ്റ്റാർ ലൈൻ പോസിറ്റീവ് ആയത്. അത് എനിക്ക് ഇത്ര നല്ല ടൂൾ യൂസ് ചെയ്യേണ്ട എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഇത് പൊക്കത്തോട്ട് പോകുന്ന കാണിക്കണം. അതേ $24 ഇപ്പം തന്നെ കേട്ടാ. $20 ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർക്കൊക്കെ ലൈവ് ട്രേഡിങ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും ഇത് ഇവിടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കാണിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം. പക്ഷേ ഇവൻ പൊക്കത്തോട്ട് പോകും, ഉറപ്പാണ് ഇവൻ പൊക്കത്തോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയോടെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ചിലവർക്ക് $10 മതിയായിരിക്കും. മതി, അന്ന് ഇറങ്ങാം. $50 മതി, 50 ഇറങ്ങാം. 30 ആണെങ്കിൽ ഇറങ്ങാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതാണ്, എത്ര ആകുമ്പോൾ ഇറങ്ങണമെന്നുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 50 അല്ലെങ്കിൽ ഒരു $100 ഒക്കെ കഴിയുമ്പോൾ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഇത് എങ്ങോട്ട് പോകുന്നു. നമ്മുടെ ടൂൾ കറക്റ്റാണ് അല്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ക്യാനൽ ജസ്റ്റ് ഇവിടം വരെ താഴത്ത് വരെ പോയപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടത്. ഇതാണത്. ദേ ഗൈസ് 165 168 146 140 അങ്ങനെ സംഭവം ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും ഇഷ്ടമുള്ള ഇറങ്ങാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ $100 ആകുമ്പോൾ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ 82 ആയിട്ടുണ്ട്. ഓക്കെ, 100 ആകുമ്പോൾ നമുക്ക് ഇറങ്ങാം. എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. 112 ആയി. ഓ പോയി. ഇത് പട്ടപ്പട്ടയെന്ന് പോകണോണ്ടേ ഒരു ഇത് ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പോൾ കട്ട് ചെയ്യാം. 100 കഴിയട്ടെ. ഓക്കെ, $114. ഇതാണ് ഗൈസ് നമ്മുടെ ടൂളിൻ്റെ പവർ. പക്ഷേ ഗൈസ് ഇവിടെ നമ്മുടെ ബ്ലൂ ക്യാനിൽ കൺഫേം ആയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ബ്ലൂ ക്യാനിൽ വന്നതിന് ശേഷം അടുത്ത ക്യാനിലാണ് ബ്ലൂ ക്യാനിൽ കൺഫേം ആക്കുന്നത്. അപ്പം അതിൻ്റെ പവർ ഇത്തിരൂടെ അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് ഇപ്പം എന്തുവാണ് നമ്മുടെ സ്റ്റാർലൈൻ പോസിറ്റീവ് ആയതിൻ്റെ ഒരു മൈൻഡിൽ ഞാൻ നേരത്തെ കയറി പിടിച്ചാണ്. എന്നിട്ട് നമ്മുടെ ടൂള് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഗൈസ്. കണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ബ്ലൂ ക്യാനിൽ ഫോം ആയി. അതിനുശേഷം നേരെ പോയി SL ഓർഡർ പിടിച്ച്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചിലപ്പോൾ ഡൗട്ടുകൾ കാണുമായിരിക്കും, ഇത് എങ്ങോട്ട് ടാർഗറ്റ് വന്നു. അപ്പോൾ അടുത്തുള്ള SL ഓർഡർ എവിടെയാണ് അങ്ങോട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അതിനെ പിടിച്ച്
തിരിച്ചു പറഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോവും. ചില സമയത്ത് SL ഓർഡർ ഇവിടെ പൊക്കത്തൊക്കെ ആയിരിക്കും, അപ്പൊ അത്രയും കയറി പോകും. എന്തായാലും മാക്സിമം സേഫ് ആയിട്ട് കളിക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അടുത്തുള്ള ഒരു SL ഓർഡറിനെ ടാർഗറ്റ് ചെയ്യുക, പിടിക്കുക, ഇറങ്ങുക. നമ്മുടെ ടൂളിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടാണ് ഇവൻ കാണിച്ചു തരുന്നത് നമ്മുടെ ടൂള്. ഓക്കെ, അത് ഈ ടൂൾ യൂസ് ചെയ്യണവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുമല്ലേ, ഇവൻ താഴത്തോട്ടാണ് ഡയറക്ഷൻ എന്ന് ഓൾറെഡി ഈ ബ്ലൂ ക്യാൻഡിൽ കാണിച്ചായിരുന്നു. എന്നാലും നമുക്ക് എവിടം വരെ ഇപ്പൊ തൽക്കാലം വെക്കണോ എന്നുള്ള സംഭവമില്ല. ഇത് ഇപ്പൊ ബയേഴ്സിന്റെ SL ഓർഡറാണ്. ഇവൻ വന്നേച്ചും പിടിക്കും. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇത് ഇപ്പം $10 റണ്ണിങ് ആണ്, 9 ആയി കണ്ട. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യും. അപ്പം നമുക്ക് കണ്ട, ഇത് കറക്റ്റായിട്ടാണ് നമ്മുടെ ഈ ടൂള് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ടൂൾ ഉള്ളവർക്കുണ്ടല്ലോ വിഷയമായിട്ട് ട്രേഡ് ചെയ്യാം ഗൈസ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നണട്ടാ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഈ ടൂൾ ഇല്ലാണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇവൻ ഇറങ്ങി താഴ്ത്തിട്ട് വരുന്നുണ്ട്, ഇവൻ ഇവിടെ ടച്ച് ചെയ്യും, അപ്പം നമ്മൾ ഇറങ്ങും. ഓക്കെ, നോക്കട്ടെ. ചിലപ്പോൾ ഇവിടം വരെ പോയിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ. എന്തായാലും ഇവൻ ഇവിടെ വന്ന് പിടിക്കും. ഇപ്പം എത്രയും കണ്ട, ഇപ്പം 20, 19, 18, $17. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ഡോളർ ഉണ്ടാക്കി കേട്ടാ. നേരത്തെ ഒരു 40 ഡോളർ ആയുള്ളൂ. അത് എനിക്ക് 50 ആകാഞ്ഞിട്ടൊരു മനസ്സുഖമില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് വീണ്ടും ഞാൻ ചെയ്യുന്ന എഴുതേ. ഇപ്പം അവൻ വന്ന് വെച്ചും നമുക്കിവിടെ റെഡി ആയിട്ട് ഇരിക്കാം, എക്സിറ്റ് അടിക്കാം. ഓക്കെ ക്യാമറ ആയിട്ടും എല്ലാം ഇവനെ ഓടിക്കളയും കേട്ടോ. ദേ ഗൈസ് പിടിച്ച് കണ്ട, നമ്മൾ ഇറങ്ങാൻ പോവാ. ബൂം, അയ്യോ എക്സിറ്റ് അത്. യെസ്, വീണ്ടും $25 പൊക്കിയിരിക്കുന്നു. കണ്ടില്ല ഗൈസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ടൂൾ നമ്മളെ കാണിച്ചു തരുന്നത്. എവിടെ നമുക്ക് എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആണോ എന്നൊക്കെ. ഇതാ ഞാൻ പറഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞാൽ ഗൈസ്, അടിപൊളിയായിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, ഇതിന് ഭയങ്കര തലയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ടൂളിന് കറക്റ്റ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും ഗൈസ്. ഈ റൂൾസ് മാത്രം കറക്റ്റായിട്ട് നമ്മൾ നോക്കിച്ചാൽ മതി ഗൈസ്. കണ്ട, അത്ര ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ടൂള് എല്ലാം കാണിച്ചു തരുന്നത്. എവിടെ എൻട്രി എടുക്കണം, ആ ബ്ലൂ ക്യാനിൽ വരണം. ഞാൻ ആ ഒരൊറ്റ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യണം. അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോസൊക്കെ ഈ ടൂളിൻ്റെ ക്രിയേറ്റർ അഥവാ എൻ്റെ മെൻറ്റർ ഉടനെ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. പിന്നെ ഗൈസ്, ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സ്കാൽപ്പിംഗ് മെത്തേഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്രൂടെ അടിപൊളിയായിട്ട് പ്രൊഫഷണലി എക്സ്പ്ലെയിൻ ചെയ്യണ വീഡിയോസൊക്കെ നമ്മുടെ മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കയറി ചെക്ക് ഇൻ ചെയ്യും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ രീതിക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഗൈസ്, ടൂള് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഈ ടൂള് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കുറേ ട്രേഡേഴ്സ് വന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നുണ്ടായിരുന്നു, ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഒരിക്കലും നിനക്കൊന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലെന്നൊക്കെ നമ്മൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ നമ്മുടെ ടൂള് വാങ്ങി യൂസ് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എല്ലാ ദിവസവും ലൈവായിട്ടാണ് ഇപ്പോൾ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നത്. കേട്ടോ, എല്ലാ ദിവസവും $500, $300, $400 ഗൈസ്. ഈ $500 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത് ഗൈസ്. അതും നിങ്ങളിപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്ക് കേട്ടോ. കാരണം ഞാൻ എടുക്കുന്ന ട്രേഡുകളൊക്കെ ചില സമയത്തൊക്കെ ഞാൻ അതിനകത്ത് ആദ്യം ഇട്ടിട്ട് ഏറ്റവും ആദ്യം അതിനകത്ത് ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റയിലൊക്കെ ഇടുന്നത്. അപ്പം ഏറ്റവും ആദ്യം അതിനകത്താണ് ഞാൻ ട്രേഡ് എടുക്കണേ കാണിക്കുക. എന്നിട്ട് ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഗൈസ് ഞാൻ ഇന്ന് ഈ ട്രേഡ് എടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ എടുക്കാം. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്, അതുപോലെ തന്നെ എന്താണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്, അതൊക്കെ എത്ര ലോട്ട് സൈസാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിലോട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നേക്കാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം. കാരണം ട്രേഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടേ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഗൈസ് നമ്മുടെ ടൂള് മാജിക്കൽ ടൂളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫുള്ള് ഇപ്പോൾ ഇതേന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാല്ല, അതുകൊണ്ടാണ് എൻ്റെ മെയിൻ യൂട്യൂബ് ചാനലിൽ ഈ വ്ളോഗ് പോലും ഇടാതെ. കാരണം ഇതേന്നും പറഞ്ഞ് എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കുറേയൊക്കെ മാറി. വളയൊക്കെ തിരിച്ചു വന്നു കണ്ട. ഈ സാധനമൊന്നും എൻ്റെ ഇല്ലായിരുന്നു. ഇതൊക്കെ ഞാൻ പണയം വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ തിരിച്ച് പിടിച്ച്. അപ്പം എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നൊരു സാധനമാണ് നമ്മുടെ ടൂളും ഈ ഒരു ട്രേഡിങ്ങും. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് പഠിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ ആൾക്കാർ സ്കില്ലല്ല, നീ ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണെന്നൊക്കെ പറയണ്ടാക്കുക. എന്താണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്തുവാണ് വേണ്ടത്? പൈസ അല്ല വേണ്ട. എനിക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് അഥവാ നമ്മുടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിനെ ഒരു സാധാരണ ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരിക്കലും കാണുള്ളൂ. കാരണം ഇതൊരു ട്രേഡിങ് കൺസെപ്റ്റാണ്. ഇപ്പം ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ബയേഴ്സ്, സെല്ലേഴ്സിൻ്റെ SL ഓർഡർ, അതേപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ, ലിക്വിഡിറ്റി ഏരിയ, അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കുറേ സാധനങ്ങളൊന്നും അല്ല.
അങ്ങനെ വിചാരിച്ചാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വേണ്ടവർ വാങ്ങി വെച്ചാൽ മതി ഗൈസ്. ഒരു നിർബന്ധവും ഞാൻ ആരെ ഫോഴ്സ് ചെയ്ത് വാങ്ങുന്നില്ല. കാരണം എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്, ഞാൻ ലൈവായിട്ടാണ് ചെയ്യുന്നത്. വേണ്ടവർ മാത്രം ഈ ടൂൾ വാങ്ങി വെച്ചാൽ മതി. സീരിയസ് ആയിട്ടുള്ള നല്ല ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. വേണ്ടവർ വേണമെങ്കിൽ വാങ്ങിക്കും, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. എന്തായാലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറേ എല്ലാ ദിവസവും രാവിലെ സ്റ്റോറി കാര്യങ്ങളും ഇടുമ്പോൾ ബ്രോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇടണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. പിന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കണം. എന്നാൽ മാത്രമേ അടുത്ത ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഗൈസ് ഇതിനകത്തെ ഞാൻ ലൈവ് സ്ട്രീമിങ് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാട്ട് യു തിങ്ക്? സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ? വേറൊന്നല്ല, കുറേ ആൾക്കാർ ലൈവ് സ്ട്രീം ചെയ്യാന്ന് പറയണേട്ട്. എന്തായാലും ഞാനിപ്പോൾ ട്രേഡ് എടുക്കണൊക്കെ എടുത്ത് വെച്ച് ഇൻസ്റ്റയിലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടും. അപ്പം ഞാൻ ഓർത്തേ അന്ന് എടുക്കുന്ന സമയത്ത് തന്നെ ലൈവായിട്ടൊക്കെ ചില സമയത്ത് കാണിച്ചാലാന്ന് ആലോചിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നോക്കണം, റിസർച്ച് ചെയ്യണം എങ്ങനെ ഈ ലൈവ് പോകണമെന്ന്. ഫേസ് ഇതെല്ലാം കാണിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ലൈവൊന്നും അങ്ങനെ പോകാറില്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യണം. അപ്പോൾ മിക്കവാറും അങ്ങോട്ട് ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ടൂള് വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ടൂള് വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേക ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ട്രേഡ് വിത്ത് മീ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മെൻഡർ എടുക്കുന്ന ട്രേഡുകളില്ലേ, അത് പുള്ളി എടുക്കണേക്കാളും ഒരു 5-10 മിനിറ്റ് മുമ്പ് ഷെയർ ചെയ്യും. പുള്ളി എടുക്കുന്ന ട്രേഡാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ആൾക്കാർക്ക് അത് നോക്കി ട്രേഡ് എടുക്കാം. ചിലവർക്ക് ഇപ്പോൾ ഇതേന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ സമയം കാണത്തില്ല. ഇപ്പോൾ ഓഫീസ് ജോലി അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണത്തില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ പുള്ളി എടുക്കണ ട്രേഡ് നമുക്ക് ട്രേഡ് വിത്ത് മീ എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് ഈ സാധനം വരും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് എവിടെ SL വെക്കണം, അതുപോലെ തന്നെ എത്ര പോയിൻ്റാണ് നമ്മൾ വെക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ കോസ്റ്റ് നമുക്കങ്ങനെ നഷ്ടമൊന്നും വരത്തില്ല. കാരണം ഇത്ര പോയിന്റ് വെക്കുമ്പോഴേ നമ്മൾ കോസ്റ്റിലോട്ട് നമ്മുടെ SL കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്ത് വെക്കും. സംഭവം നൈസാണ്. അപ്പോൾ ടൈം ഇല്ലാത്തവർക്ക് അതും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. പക്ഷേ അതിനൊക്കെ നമുക്ക് ടൂൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സർവീസ് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വേണ്ടവർക്ക് ഓക്കെ, ആരെ ഫോഴ്സ് ചെയ്യുന്നില്ല, വേണ്ടവർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം. ഐ ആം റിയലി ഹാപ്പി ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത മറ്റൊരു വീഡിയോക്ക് വരാം. എൻ്റെ ടെലഗ്രാം എന്നെ ഫോളോ ചെയ്തേക്ക്, അതിനകത്ത് ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. നമുക്ക് എക്സിറ്റ് അടിച്ചേക്കാം. 170, 190, 150, വേണ്ട എക്സിറ്റ് അടിച്ചേക്കാം. എത്ര കിട്ടും നോക്കട്ടെ, $165. അപ്പോൾ ഗൈസ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് കുറേ 19,000 രൂപ കൊടുത്ത് മറ്റേ കുറേ ആൾക്കാർ മറ്റേ എന്താണ് കോഴ്സും വിറ്റും ജീവിക്കണ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരുടെ ഇന്ന് കോഴ്സ് വാങ്ങി നിങ്ങൾ ഇത്ര വർഷം തുലക്കണം. അതാ ബുദ്ധിപരമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം. ഓക്കെ.